അമിത്ഷാ രാജിവെക്കണമെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം രാജ്യസഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ രംഗത്ത് വന്നത്. രാജ്യസഭയിൽ പ്രതിഷേധം. അതിന് പിന്നാലെ 12 മണിവരെയാണ് സഭ പിരിഞ്ഞത് എന്നൊരു വിവരം കൂടി അർജുൻ പങ്കുവയ്ക്കുന്നുണ്ട്. അർജുൻ, ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ആ സെഷനെ അവസാനിക്കാൻ രാജ്യസഭയിൽ 12 മണിവരെയുള്ള തീരുമാനമാണ് ഇപ്പോൾ അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അർജുൻ, 12 മണിവരെയാണ് രാജ്യസഭ പിരിഞ്ഞിരിക്കുന്നത്. മറ്റ് നടപടികൾ 12 മണിക്ക് ശേഷം പുരോഗമിക്കുമെന്നുള്ള കാര്യമാണ് അധ്യക്ഷൻ ജഗദീപ് ധൻകർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ രാജ്യസഭയും ആരംഭിച്ച ഉടൻ തന്നെ അമിത്ഷാ രാജിവെക്കണമെന്നുള്ള കാര്യം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ അവിടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയായിരുന്നു. അങ്ങനെ സഭ മറ്റ് നടപടികൾ തുടരാൻ കഴിയാതെ വന്ന സമയത്താണ് എന്തായാലും 12 മണിവരെ നിർത്തിവെക്കാൻ വേണ്ടി ഇപ്പോൾ ജഗദീപ് ധൻകർ അറിയിച്ചിരിക്കുന്നത്. 12 മണിക്ക് ശേഷം വീണ്ടും രാജ്യസഭാ നടപടികൾ ആരംഭിക്കുന്നതാണ്. ലോക്സഭ എന്തായാലും അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു. രാജ്യസഭയിൽ ഇനി 12 മണിക്ക് ശേഷവും ഇതേ രീതിയിൽ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളമുണ്ടാക്കുകയും അതുപോലെ തന്നെ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുകയും ചെയ്താൽ മറ്റ് മാർഗങ്ങളില്ലാതെ അതും അനിശ്ചിതകാലത്തേക്ക് പിരിയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അധ്യക്ഷൻ ജഗദീപ് ധൻകർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അകത്ത് വലിയ പ്രതിഷേധമാണ്. മുദ്രാവാക്യങ്ങൾ ഏറ്റവും ഉച്ചത്തിൽ മുഴങ്ങി കേൾക്കുന്നത് അമിത്ഷാ ഇസ്തിഫ ദോ എന്നതാണ്. അമിത്ഷാ രാജിവെക്കണം എന്നുള്ള മുദ്രാവാക്യം തന്നെയാണ് ഇപ്പോൾ രാജ്യസഭയ്ക്കകത്തും മുഴങ്ങി കേൾക്കാൻ സാധിക്കുന്നത്. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് JPC രൂപീകരിക്കുന്ന പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം നേരത്തെ 31 അംഗ സമിതിയാണ് നിർദ്ദേശിച്ചിരുന്നത്. അംഗങ്ങളുടെ എണ്ണം കൂട്ടിയിരിക്കുന്നു. 39 അംഗ സംയുക്ത പാർലമെന്ററി സമിതിയാണ് രൂപീകരിച്ചത്. കേരളത്തിൽ കെ രാധാകൃഷ്ണൻ ഉണ്ട് എന്നതാണ് പാർലമെന്റ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വിവരം. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ കൗതുകവും ചർച്ചയും ഒക്കെ ഈ പ്രതിഷേധത്തിന്റെ അളവ് അത് എത്രത്തോളം വ്യാപ്തിയുള്ളതായിരിക്കും എന്തായിരുന്നു. പക്ഷേ ഒരു കരുതൽ ഇരുപക്ഷത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ പീബസ് അർജുൻ പിതാമനും നൽകുന്ന വിവരം. ഇരുപക്ഷവും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചു. അതേസമയം തന്നെ പ്രതിപക്ഷ നിലയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി. നേരത്തെ മാധു പറഞ്ഞതുപോലെ തന്നെ സാധാരണ നിലയിൽ പ്രതിഷേധ പ്രകടനമായി പാർലമെന്റിലേക്ക് വരുന്നത് പോലീസ് തടയാറാണ് പതിവ് എങ്കിൽ അവിടെ സംഘർഷ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇന്ന് സുഗമമായി പ്രതിപക്ഷാംഗങ്ങൾക്ക് മുദ്രാവാക്യം മുഴക്കി പാർലമെന്റിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ KC വേണുഗോപാൽ ഭരണപക്ഷത്തെ നീക്കം എന്താണ് എന്ന് നിരീക്ഷണത്തിന് ശേഷമാണ് പ്രതിപക്ഷത്തിനും നിർദ്ദേശം നൽകിയത്. പാർലമെന്റ് കവാടത്തിൽ വെച്ച ഒരു ബലാബലം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി ഒരുപക്ഷെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ അവിടെ വന്ന് അവിടെ ഈ ഭരണപക്ഷാംഗങ്ങൾ എല്ലാവരും കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം മാത്രം പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന്റെ കവാടത്തിലേക്ക് വന്നത്. അവിടെ ഒരു പ്രതിഷേധം ഒഴിവാക്കാൻ ലോക്സഭ തുടങ്ങിയപ്പോൾ തന്നെ മുദ്രാവാക്യം വിളി ഉയരുകയും അതിനെ തുടർന്ന് സഭ പിരിയുകയും ചെയ്തു. രാജ്യസഭ കുറച്ചു സമയം പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ മുന്നോട്ട് പോയതിനു ശേഷം അവിടെയും സഭ 12 മണിവരെ പിരിയുകയുമായിരുന്നു. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് JPC രൂപീകരിച്ചെന്ന വിവരമാണ് നേരത്തെ ബസന്ത് പങ്കുവച്ചത്. സഭാ ചട്ടങ്ങൾ ലംഘിച്ചാൽ നടപടി എന്ന് സ്പീക്കർ ഓം ബിർള അതിനിടയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. ലോക്സഭയിൽ വസന്ത്, ഇരു സഭകളിലെയും അധ്യക്ഷന്മാർ എന്ത് തരം നിലപാടാണ് സ്വീകരിച്ചത്? കർക്കശ സ്വഭാവം, അവർ മുന്നറിയിപ്പ് നൽകുന്നതടക്കമുള്ള എന്തൊക്കെ വിവരങ്ങളാണ്? രതീഷ്, സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയത് സ്പീക്കറെ ചൊടിപ്പിച്ചു എന്ന് തന്നെ പറയാം. അദ്ദേഹം കർക്കശമായ നിലപാടാണ് എടുത്തത്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വലിയ മുദ്രാവാക്യം ഉയർന്നതോടെ തന്നെ അവർ ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചു. സ്പീക്കർ കർശന നടപടി ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് അദ്ദേഹം നടത്തി. സഭാ ചട്ടങ്ങൾ ലംഘിക്കരുത്, നടുത്തളത്തിൽ ഇറങ്ങാൻ പാടില്ല, മാത്രമല്ല സഭയുടെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ പ്രതിഷേധ പ്രകടനങ്ങൾ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നതാണ്. അത് ലംഘിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ സ്പീക്കർ ഇന്ന് സഭയ്ക്കുള്ളിൽ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. ഏതായാലും ഇതുവരെ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇനി സഭ പിരിഞ്ഞ സാഹചര്യത്തിൽ പിന്നീട് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത.